വെൽക്കം ബാക്ക് ടു AR സമര. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ദേശീയപാത വർക്കെടുക്കുന്ന കമ്പനികളെ നാട്ടുകാർ തെറി വിളിക്കുവെന്നല്ലാതെ വേറെ വഴികളൊന്നുമില്ല. അതിന് ഇവിടെ ആവട്ടെ മുട്ടോളം വെള്ളത്തിലാണ്. ഇത് ജസ്റ്റ് 2 മഴ പെയ്തേ ഉള്ളൂ, അപ്പോൾ കംപ്ലീറ്റ് വെള്ളം ഇവിടെയാണ് വന്ന് കെട്ടി നിൽക്കുന്നത്. അപ്പം അതേപോലെ നമ്മളെ കൊളായിപ്പാലം, അയനിക്കാട്, ക്രാഫ്റ്റ് വില്ല ആ ഭാഗത്ത് വരുന്ന വാഹനങ്ങളൊക്കെ ഇതിനകത്ത് കൂടി നീന്തിയിട്ട് വേണം സഞ്ചരിക്കാൻ. അപ്പം നമ്മളിപ്പോൾ വടകരയ്ക്ക് പോകാൻ നമ്മൾ ഇതിനകത്ത് കൂടി നീന്തി പോകേണ്ടത്. എല്ലാം റെഡിയാക്കിയിട്ട് വേണം പോവാൻ. അപ്പം വടകര ദേശീയപാതയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിലൂടെ നീന്തിയിട്ടല്ലാതെ പോകാൻ വേറെ വഴിയില്ല. എന്നിട്ട് നമ്മൾ ഈ സർവീസ് റോഡിൽ ഇവിടെ വന്ന് ബ്ലോക്ക് ആവും. വെള്ളത്തിൽ നമ്മളിങ്ങനെ കാലം കുത്തി നിൽക്കണം. 6 വരി പാതയുടെയും അണ്ടർ പാസേജിന്റെ വർക്കൊന്നും കഴിയാതെ നമ്മൾ 6 വരി പാത പാലോളിപ്പാലം, മൂരാട് മുതൽ പാലോളിപ്പാലം പ്രദേശം വരെയുള്ള കംപ്ലീറ്റ് ഭാഗവും തുറന്നു കൊടുത്തു. നല്ല കാര്യം. സർവീസ് റോഡ് ബ്ലോക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. ഇവിടെ ദേശീയപാതയുടെ കംപ്ലീറ്റ് വർക്കും പൂർത്തിയാവാതെ സർവീസ് റോഡൊന്നും ക്ലോസ് ചെയ്യാൻ ഇവിടെ ആരെയും നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഓയിൽ മില്ല് പ്രദേശത്തുള്ള അണ്ടർ പാസേജിന്റെ വർക്ക് കംപ്ലീറ്റ് ആകേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ SP ഓഫീസ് കഴിഞ്ഞിട്ട് അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ആ അണ്ടർ പാസേജിന്റെ വർക്ക് തുടങ്ങിയിട്ട് പോലുമില്ല. എന്നിട്ടാണ് നമ്മൾ 2 സർവീസ് റോഡും ക്ലോസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മണിയൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ ഓയിൽ മില്ല് വന്ന് അണ്ടർ പാസേജിന്റെ അടിയിലൂടെ ആ സ്വിമ്മിംഗ് പൂളിലൂടെ നീന്തിയിട്ട് ബൈക്കായാലും ഓട്ടോ ആയാലും കാറായാലും എന്തായാലും അതിനകത്തൂടെ നീന്തിയിട്ട് വേണം വടകര ഭാഗത്തേക്ക് പോകാൻ. പാലോളിപ്പാലിൽ നിന്ന് നേരെ നമ്മൾ അരവിന്ദ ഘോഷ് ഭാഗം, അവിടെ ഒരു ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്. അരവിന്ദ ഘോഷ് അവിടെ ചെറിങ്ങനെ കട്ടിങ് അവിടെ ക്ലോസ് ചെയ്യാതെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് 1 വേ ആക്കിയത് കൊണ്ട് തന്നെ അതിൽ വാഹനങ്ങൾ കയറുമ്പോൾ ഡേഞ്ചറാണ്. കാരണം വാഹനങ്ങൾ 3 വരി പാത 1 വേ ആക്കിയതുകൊണ്ട് തന്നെ പയ്യോളി വടകര ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ നല്ല രീതിയിൽ അടിച്ച് സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ബൈക്കുകാരും ചില കാറുകളൊക്കെ അത്യാവശ്യം അതിലെയൊക്കെ കയറി പോകുന്നുണ്ട്. എന്നാൽ അപകടം വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ചില ആളുകൾ ഈ 1 വേ തെറ്റിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അവരൊക്കെയാണ് ഇതിലെ വരുമ്പോഴാണ് ഇവർ ഈ രീതിയിൽ ബുദ്ധിമുട്ടുന്നത്. പിന്നെ കുറച്ച് ആളുകൾ മണിയൂരിൽ നിന്ന് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ അരവിന്ദ ഘോഷ് ഭാഗത്ത് വരുന്ന ആളുകൾ നേരെ SP ഓഫീസിന്റെ ആ ഭാഗത്ത് അണ്ടർ പാസേജിന്റെ തൊട്ട് മുന്നേ അവിടെ സർവീസ് റോഡിൽ നിന്ന് നമ്മൾ 6 വരി പാതയിലേക്ക് കയറാൻ ചെറിയൊരു സംവിധാനമുണ്ട്. അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ കംപ്ലീറ്റ് വെള്ളക്കെട്ടാണ്. അതിലെയും വാഹനങ്ങൾ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതേപോലെ ഇപ്പൊ നമ്മളെ പാലിയാട്ട് നട ബസ് സ്റ്റോപ്പിൽ നിന്ന് പയ്യോളിയിലേക്ക് പോകേണ്ട വാഹനങ്ങളും ഇതേ രീതിയിൽ എങ്ങനെയാ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂരാട് നിന്ന് ഇപ്പൊ പയ്യോളിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ എങ്ങനെയാ പോവാന്ന് വെച്ചാൽ നേരെ SP ഓഫീസിന്റെ ആ ഒരു ഭാഗത്ത് പോയിട്ട് ഈ 6 വരി പാത കഴിഞ്ഞ് അവിടെ നേരത്തെ സർവീസ് റോഡ് കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ആ ഒരു പ്രദേശത്തൂടെ നീന്തിയിട്ട് വേണം, നേരത്തെ ഓയിൽ മില്ല് പറഞ്ഞതുപോലെ നീന്തിയിട്ട് വേണം പയ്യോളി ഭാഗത്തേക്ക് സഞ്ചരിക്കേണ്ടത്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ റെയിലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ പയ്യോളിയിലേക്ക് പോകുന്ന ആളുകൾ നേരെ പാലോളിപ്പാലം വഴിക്ക് വേണം മടങ്ങി വരാൻ. ഈ രീതിയിൽ ദുരിതമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒന്നുകിൽ വാഗാടും അതേപോലെ E5 കൂടി ഒരു ടേംസിൽ എത്തിയിട്ട് ഈ ദേശീയപാതയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു പരിഹാരം കാണാം. നിലവിൽ ചെറിയ മഴയാണ്. ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നല്ല ശക്തമായ മഴയായിരിക്കും. ആ ശക്തമായ മഴയത്ത് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ പോവാൻ തുടങ്ങിയാൽ അങ്ങേയറ്റം പ്രയാസമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഓട്ടോറിക്ഷ അതേപോലെ ബൈക്ക് യാത്രക്കാർക്ക് അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ഇവിടെയുള്ള നാട്ടുകാരും അത്യാവശ്യം വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളൊക്കെ നമുക്ക് നല്ല ലൈക്ക് അടിപൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരുന്നത്. കാരണം വെച്ചാൽ ഇവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഇവർക്കൊന്ന് പറയാനുള്ള ഒരു സദസ്സ് അല്ലെങ്കിൽ അതിനുള്ള ഒരു വേദി ഇല്ലാത്തത് കൊണ്ട് അതിങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒന്നുകിൽ നിങ്ങൾ സർവീസ് റോഡ് നിലവിൽ പഴയ രീതിയിൽ തന്നെ തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പം വണ്ടി സഞ്ചരിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടോ ആ ഒരു പ്രദേശം ഉയർത്തിയിട്ട് വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ പരമാവധി കാണുന്ന അധികാരികളുടെ ശ്രദ്ധയിൽ, ഹൈവേയുടെ വർക്കെടുക്കുന്ന അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വരെ, NHAയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് വരെ പരമാവധി ഷെയർ ചെയ്യുക. കാരണം മഴ കൂടി വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക്
ദുരിതമായി മാറും. നമുക്ക് ഈ പ്രദേശമാണ് ഇപ്പോൾ നിലവിൽ വെള്ളത്തിനടിയിലുള്ളത്. അപ്പോൾ ആ ഭാഗം നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രദേശം. കണ്ട സർവീസ് റോഡിലൂടെ വന്നിട്ട് നമ്മുടെ പാലോളിപ്പാലം അരവിന്ദ പാലയാട്ടിന്റെ സർവീസ് റോഡിലൂടെ വന്നിട്ട് നേരെ ഈ ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ കയറി പോകേണ്ടത്. ഇതിലെ എങ്ങനെയാണ് കയറി പോവുക? ഒരു കാറോ ഓട്ടോറിക്ഷയോ ബൈക്കോ ഒന്നും കയറി പോകാൻ സംവിധാനമില്ല. ഒരു വാഹനങ്ങൾക്കും കയറാൻ സംവിധാനമില്ല. അപ്പൊ നിലവിൽ ബൈക്കുകൾ നിങ്ങൾ പോകുന്ന സാഹചര്യം കാണാൻ പറ്റും. ബൈക്കുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പോസ്റ്റിന്റെ ഇടയിലൂടെയൊക്കെ വലിഞ്ഞിട്ട്. കാരണം ഇതിനകത്തൊരു വെള്ളത്തിൽ കൂടി അവർക്ക് പോകാൻ പറ്റില്ല. വെള്ളത്തിൽ സ്ലിപ്പായി പോകും. അതേപോലെ മുട്ടോളം വെള്ളത്തിലാണ്. അപ്പോൾ ഇതിന്റെ ഈ ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടിയൊക്കെ വലിഞ്ഞു കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതിലെയൊക്കെയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. വർക്ക് കഴിയാതെ ഈ പ്രദേശം ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലെ ഇന്നോവ നിങ്ങൾ ക്രോസ് ചെയ്ത് കണ്ട സത്യം പറയുകയാണ്, ഇത് നേരെ പയ്യോളി ഭാഗത്തേക്ക് ദേശീയപാതയിലേക്ക് പോകുന്നതാണ്. ആ സമയത്ത് ബസ്സുകാരൻ ഈ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്ക് ചവിട്ടുമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് 3 വരി പാത എന്ന് പറഞ്ഞാൽ പയ്യോളി ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയാണ്. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ കണ്ട വെള്ളക്കെട്ട് കാരണം അതിലെ വാഹനങ്ങൾ ഇറങ്ങാനും ഇതേപോലെ വലിയ ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് അവിടെ നിന്ന് ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഇതിലെയാണ് കയറി പോകുന്നത്. ഇതേ സമയത്ത് ഇതിലെ വലിയ ഹെവി ആയിട്ടുള്ള ട്രക്കുകളൊക്കെ 3ാമത്തെ റോയിലൂടെ ഒക്കെ കടന്ന് പാസ് ചെയ്ത് സ്പീഡിൽ കടന്ന് പാസ് ചെയ്ത് പോകുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് മറ്റ് വാഹനങ്ങളും വടകര ഭാഗത്തേക്ക് ഇതേ റോങ് സൈഡിലൂടെ കയറി പോവേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ട് അധികാരികൾ ശ്രദ്ധയിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.